ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ വീണ്ടും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഭാഗ്യപ്പെട്ട ചില പക്ഷി മൃഗാദികളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷികള്, മൃഗങ്ങള് ഭാഗ്യപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ടവ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഭാഗ്യം കെട്ട ദൈവജനത്തെയും കാണാൻ പറ്റും. ഒരു വശത്ത് പക്ഷി മൃഗാദികൾ പ്രത്യേകമായിട്ട് ഭാഗ്യം ലഭിച്ചവര്, മറുവശത്ത് ദൈവത്തിന്റെ സ്വന്തം ജനം ഭാഗ്യം കെട്ട അവസ്ഥയിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം ഞാൻ ഓർക്കുന്ന, ഒരു യുവാവ് അന്ധനാണ്. നല്ല ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി സാമർഥ്യമൊക്കെയുള്ള യുവാവ്. അവനൊരു ഗൈഡ് ഡോഗ് ഉണ്ടായിരുന്നു, പട്ടി. അപ്പോൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും. ഇവനെ പ്രത്യേകമായിട്ട് ഇവനെ എപ്പോഴും കൂടെ നിന്ന് സംരക്ഷിക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും. ഇവനെ ഓരോ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന കാര്യം കണ്ടിട്ട് ചിലരൊക്കെ ഒരു കമന്റ് പറയുകയുണ്ടായി, എന്ത് ഭാഗ്യപ്പെട്ട പട്ടി. അത് ഒരു നായ ആണെങ്കിൽ പോലും എന്ത് ഭാഗ്യം, അതിൻ്റെ കഴിവ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ അതുപോലെ സംരക്ഷിക്കുന്ന ഒരു നായ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്ത് ഭാഗ്യപ്പെട്ട ഒരു പട്ടിയെന്ന്. ഇവിടെ അതിനേക്കാളൊക്കെ ഭാഗ്യപ്പെട്ടവരാകാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവജനം എന്ന കാര്യം നമ്മൾ മറക്കരുത്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്, നിങ്ങൾ വിശുദ്ധരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആ പട്ടിയുടെ ഭാഗ്യത്തെക്കാൾ വലിയ ഭാഗ്യമാണ് ദൈവമക്കളായി നമുക്കുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ആദ്യമായി നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, പ്രപഞ്ചം അതിൻ്റെതായ രീതിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനം 150 6-ാമത്തെ വചനം പറയുന്നത്, സർവ സൃഷ്ടജാലങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതൊരു കൽപ്പന പോലെ ദൈവം നൽകിയിരിക്കുന്നതാണ്. സർവ സൃഷ്ടജാലങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം 148 2-ാമത്തെ വചനം പറയാണ്, സൂര്യനും ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 148 9-ാമത്തെ വചനം എടുത്താൽ, പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ. സർവ പ്രപഞ്ചം ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന്. പുറപ്പാട് 19-ാം അധ്യായം 18-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഇറങ്ങി വന്നപ്പോൾ മല ഇളകി വിറച്ചു. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് ഒരു മല പോലും അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചില പക്ഷി മൃഗാദികളെ ദൈവത്തെ സ്തുതിക്കുന്ന ആ ഗണത്തിൽപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താം. സങ്കീർത്തനം 148 10-ാമത്തെ വചനം പറയാണ്, വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും കർത്താവിനെ സ്തുതിക്കട്ടെ. വന്യമൃഗങ്ങൾ യെശയ്യാ 43:20 മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കുന്നു, എന്നെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവജനത്തെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. വന്യമൃഗങ്ങൾ ചെയ്യുന്നത് ദൈവജനം ചെയ്യുന്നില്ല. വന്യമൃഗങ്ങൾ ഭാഗ്യപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുന്നു, ദൈവജനം ഭാഗ്യം കെട്ടവരുടെ ആ ഒരു ഗണത്തിലേക്ക് തരം താഴ്ത്തപ്പെടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ആരെല്ലാം ദൈവത്തെ സ്തുതിക്കണം? ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 10-ാം അധ്യായം 9-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്. യുവജനങ്ങളും വൃദ്ധരും പുത്രീപുത്രന്മാരും വളർത്തുമൃഗങ്ങളും കർത്താവിനെ സ്തുതിക്കണം. ദൈവമക്കളും സൃഷ്ടജാലങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 148 11-ഉം 12-ഉം വചനങ്ങൾ എടുത്താൽ മറ്റൊരു ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും. രാജാക്കന്മാർ, ജനതകൾ, പ്രഭുക്കന്മാർ, ഭരണാധികാരികൾ, യുവാക്കൾ, കന്യകമാർ, വൃദ്ധർ, ശിശുക്കൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ സാധാരണ ധ്യാനത്തിൽ പറയാറുണ്ട്, ഈ ലിസ്റ്റിൽ പെടാത്തവർ സ്തുതിക്കണ്ട. പക്ഷേ ആരും ഈ ലിസ്റ്റിന് പുറത്തല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിനി ഭാഗ്യപ്പെട്ട ചില ഭക്ഷ്യമൃഗാദികൾ, അതുപോലെ തന്നെ ഭാഗ്യം കെട്ട ദൈവജനം, അതിൻ്റെ ഒരു ലിസ്റ്റും ബൈബിൾ നമ്മെ എടുത്തു കാണിക്കുന്നുണ്ട്. സംഖ്യ 22 ബാലാമിന്റെ കഴുത. ഈ കഴുത ദൈവദൂതനെ ദർശിച്ചു. ബാലാം കണ്ടില്ലെങ്കിലും ബാലാമിന്റെ കഴുത ദർശിച്ചിട്ട് ദൈവദൂതനെ ആരാധിക്കുന്നത് കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 17:6 മുതൽ വായിച്ചാൽ, ഏലിയായിക്ക് ഭക്ഷണം എത്തിക്കാൻ കാക്കകളെ ഏർപ്പാട് ചെയ്തു. ദിവസവും അപ്പവും മാംസവും അവിടെ എത്തിച്ചു കൊടുക്കുന്ന കാക്കകളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 31 മുതൽ വായിക്കുമ്പോൾ 7 സിംഹങ്ങൾ 6 ദിവസം ദാനിയേലിന്റെ കൂടെ കിടക്കുന്ന കാണാൻ പറ്റും. പക്ഷെ അവനെ ഉപദ്രവിച്ചില്ല, അവനെ ഒന്ന് തൊട്ടുപോലുമില്ല. ഒരു വിശുദ്ധന്റെ കൂടെ കിടക്കാൻ ഭാഗ്യം ലഭിച്ച സിംഹങ്ങളെ കുറിച്ചാണ്
ഇവിടെ നമ്മൾ കാണുക. ഇനി ഭാഗ്യം കെട്ട ചില പ്രവാചകന്മാരെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ബാലാമിനെ കുറിച്ച് സംഖ്യ 22. കഴുത ദൈവദൂതനെ കണ്ടിട്ടും ബാലാമിന് ദൈവദൂതനെ കാണാൻ പറ്റിയില്ല. പിന്നീട് കർത്താവ് അവന്റെ കണ്ണ് തുറന്നു കൊടുത്തപ്പോഴാണ് ദൈവദൂതനെ അവന് കാണാൻ പറ്റിയ. ഒരു ദൈവ പുരുഷനെ കുറിച്ച് 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുരുഷൻ ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. കാര്യം അത്ഭുതകരമായ സൗഖ്യമൊക്കെ ജെറോബോവാം രാജാവിന് കൊടുത്തത് ഈ ദൈവപുരുഷനാണ്. അവനിലൂടെയാണ് സൗഖ്യമുണ്ടായത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുകയാണ് ഒരു സിംഹം അവനെ അടിച്ചു കൊന്നു. ഒരു കഴുതയും ഒരു സിംഹവും ആ ഡെഡ് ബോഡിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ശാന്തമായിട്ടിരിക്കുന്ന ഒരു രംഗം ഈ 13-ാം അധ്യായം വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. ലൂക്ക 24, 25 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ശിഷ്യന്മാരുടെ അവസ്ഥ. ഹൃദയം മന്ദീഭവിച്ച ഒരവസ്ഥയിലിരിക്കുന്ന ശിഷ്യന്മാരെ കാണാൻ പറ്റും. പിന്നീട് കർത്താവ് അവരുടെ മനസ്സ് തുറന്നു കൊടുത്തപ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് സ്വീകരിക്കുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവര്, മൃഗങ്ങളെക്കാൾ പക്ഷികളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവജനം. ആ ഒരു ബോധ്യത്തോടു കൂടി ഭാഗ്യപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടാൻ നമുക്ക് സാധിക്കണം. അവർ ദൈവത്തെ കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിക്കാൻ കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി ഒരല്പം കഷ്ടപ്പാട് ത്യാഗം എടുക്കേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ എടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് യേശയ്യ 30, 20, 21 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും, നിനക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും, നിനക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു ഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. കർത്താവിനെ കാണാനും കേൾക്കാനുമുള്ളൊരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവ്വ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാളെ ഇതുവരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മീകവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണമേ. പാപത്തിൽ വീഴാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുവാൻ തിരുവുള്ളമാകണമേ. ആമേൻ. നമ്മുടെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.